ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോകുകയാണ്. അങ്ങനെ പകുതി വാഴയോളം എത്തി തുരങ്കത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ തുരങ്കത്തിൽ കയറാൻ പോകുകയാണ് ഗായ്സ്. എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം അതിൻ്റെ ഉള്ളിൽ അടിപൊളി ഒരു ഇരുട്ട് മൂടി അടക്കണ പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ചെവി അടയണ പോലെ തോന്നും. അതിൻ്റെ ഉള്ളിൽ പോകണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ തുരങ്കത്തിൽ കയറി കഴിക്കുകയാണ് ഗായ്സ്. കാണാനേ പറ്റണില്ല, ഒന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ കൂടെ വെളിച്ചം കാണാൻ ഒരു ഭംഗി. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. എനിക്ക് പുറത്തേക്ക് ആകുമ്പോൾ കണ്ണിൽ വെളിച്ചം തട്ടുമ്പോൾ കണ്ണിങ്ങനെ അടയും. ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു ടൂറായിരുന്നു വാഗമണ്ണ്. എനിക്ക് എന്താ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല ഒന്നും. നിങ്ങൾ ആരെങ്കിലും വാഗമണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തുരങ്കം കഴിയാനായിട്ടുണ്ട്, പകുതിയോളം എത്തിയിട്ടുണ്ട്. അതാ ഒരു പുറത്തേക്കുള്ളൊരു വെളിച്ചം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെളിച്ചം കണ്ടിരിക്കുന്നു ഗൈസ്. വെളിച്ചം വെളിച്ചം വെളിച്ചം. എനിക്ക് പാട്ട് പാടാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ എടുക്കില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പാട്ട് പാടി മരിച്ചേനെ. ഞാൻ പാട്ട് പാടാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. നിങ്ങൾ എത്ര പേര് ചെയ്യാൻ പാടോ അത്രയും ചെയ്യുക. 10 വരെയെങ്കിലും ഒരു കമൻറ്റ് ചെയ്തതിന് ഞാൻ പാട്ട് പാടാൻ എനിക്കറിയാം. അമ്പിളിച്ചേരി. അങ്ങനെ ഗൈസ് ഞങ്ങൾ പുറത്തെത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവിടെ എന്താ കാണാന്ന്. അങ്ങനെ ഗൈസ് ഉച്ച 2 മണിയായി. ഞങ്ങൾ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഞാനും ഉമ്മയും ബിരിയാണിയാണ് കഴിച്ചത്, ബാക്കിയുള്ളവർ ഒക്കെ ചോറാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും രാത്രിയായി. ഞങ്ങൾ ഇനി റൂം എടുത്തിട്ട് നിൽക്കാൻ പോകുകയാണ്. അങ്ങനെ ഗൈസ് പിറ്റേ ദിവസമായി. ഞങ്ങൾ കുളിച്ച് ഭക്ഷണം കഴിച്ച് തങ്കൾപ്പാറയിൽ കയറാൻ പോകുകയാണ്. രാവിലെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ഞങ്ങളാണ് വന്നത്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 7:30 ആയിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ കയറി പോകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാനും ഉമ്മയും പിന്നെ റീയും മുമ്പിൽ നടന്നു പോകുമായിരുന്നു, പിന്നെ ബാക്കിൽ മമ്മി പപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ കയറി മുകളിലെത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നു. ഉമ്മ ചെരുപ്പ് ഊരാനൊക്കെ പറഞ്ഞു, ചെരുപ്പ് ഊരിയിട്ട് കയറാൻ പറഞ്ഞു. നല്ല തണുപ്പുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. കാറ്റ് വന്ന് നമ്മൾ തട്ടണ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് കാറ്റ് വരുമ്പോൾ ഞാൻ വീഴാൻ പോവുകയാണ് പാറയെന്ന്. നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഫാമിലിക്ക് ആർക്കും വേണമെങ്കിൽ വന്ന് ട്രൈ ചെയ്യേണ്ട അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കയറി മുകളിലെത്താനായി. അങ്ങനെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പാറയുടെ മുകളിൽ ആരോ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ മുകളിലെത്തിയപ്പോഴത്തേക്കിനും ക്ഷീണിച്ച് പോയി. വെള്ളത്തിനൊക്കെ ദാഹിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ തങ്കൾപ്പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു ഉരുണ്ട പാറയാണ്, കോഴിമുട്ടയുടെ അങ്ങനത്തെ ഷേപ്പിലുള്ള ഒരു ഉരുണ്ട പാറയാണ്. അതിൻ്റെ അടിയിലാണ് മക്കാമുള്ളത്. അങ്ങനെ ചെരുപ്പ് അവിടെ ഊരിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, സൈലൻ്റായി കിടക്കുകയായിരുന്നു. അത് കാണുന്നതാണ് മക്കാമ്, ഈ പച്ച സാധനം. അങ്ങനെ മമ്മ പറഞ്ഞു എന്തെങ്കിലും ഓതിക്കോ, അതൊക്കെ ഓതണം നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഫാത്തിഹ സൂറത്തൊക്കെ ഓതി. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അധ്യയനമൊക്കെ കണ്ടു. അങ്ങനെ പാറേൻ്റെ അങ്ങോട്ട് ഒരു കൊക്കയാണ്.
അങ്ങനെ അതിൻ്റെ മുറ്റത്തൊക്കെ അത്തിപ്പഴം നിറച്ച് പറയാൻ പറ്റില്ല, അത്രയും അത്തിപ്പഴങ്ങളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത്തിപ്പഴം മരത്തിലൊക്കെ ഉണ്ടായി കാണുന്നത്. റിയ അവിടെ നിന്നൊക്കെയോ അത്തിപ്പഴം പറക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിന് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അങ്ങനെ ഇരുന്നു. ആരും ഉരുട്ടി വെച്ച പോലെ ഉണ്ട് ഈ കല്ല് കാണാൻ. കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിലായിക്കണു. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു സിബ് ലൈനിലാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിങ്ങനെ സിബ് ലൈനിൽ പേടിക്കാൻ ആവശ്യമില്ല, നമ്മളിങ്ങനെ പറക്കണ പോലെ ഉണ്ടാവും. ഞാൻ അവിടെ നിന്നൊക്കെ പറന്നിട്ടാണ് വന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വാപ്പച്ചി ഇമ്മയും പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ പേടി പോയി. പിന്നെ അവിടെ നിന്ന് ആ വിടുമ്പോൾ കുറച്ചൊരു പേടിയൊക്കെ വന്നിരുന്നു. പിന്നെ അങ്ങനെ പോയി അവിടെ എത്തിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര എക്സൈഡ്. അങ്ങനെ ഗൈസ് എനിക്ക് നല്ല സന്തോഷമായിരിക്കുന്നു. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. അടിയിൽ മമ്മിയും പപ്പയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വരികയാണ് ഗൈസ്. ഞാൻ പറന്ന് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ എത്തി ഗൈസ്. അവിടെ നിന്ന് ഇടിച്ചപ്പോഴേക്കും ഭയങ്കര ഒരു പേടി വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വവ്വാലും കുട്ടി തൂങ്ങി കിടക്കണ പോലെ ഞാൻ തൂങ്ങി കിടക്കായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മോൻ ഓടിപ്പോണ കണ്ടു ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. റിയാക്ക് ഈ കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. അങ്ങനെ റിയാനൊക്കെ കാറിൽ കയറ്റി. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കയറ്റാൻ പറ്റുക. അവളുടെ വിചാരം അവളാണ് ഓടിക്കണതെന്ന്. ആ ബട്ടൺമൊക്കെ നെക്കി നോക്കണുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്നിട്ട് നീക്കാൻ തുടങ്ങി. ബാക്കിൽ നിന്നൊക്കെ തിരിയുന്നുണ്ട് റിയ. എമ്മയും കൂടി അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കരയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് അടിപൊളി കുറേ ഇതുകളുണ്ട്. അപ്പോൾ എനിക്ക് അത് കാണുന്നതൊരു പേടിയായി ഗൈസ്. ഞാൻ അതിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാറി പൊളിച്ചു. ഞാൻ അങ്ങനെ സൈക്കിളിൽ പോണ കണ്ടു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. തിരിച്ചു വരുന്നതുണ്ട്, തിരിച്ചു പോകണതുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊക്കെ കണ്ട് രസിച്ചിട്ട് ഞങ്ങൾ അടുത്തേക്ക് പോണത് പൈസ് മരങ്ങളുടെ അടുത്താണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ കുറേ ആൾക്കാരുടെ ഫോട്ടോകളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളും ഫോട്ടോ എടുക്കുകയാണ്. വൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുന്നു. എല്ലാ മരങ്ങളും ഒരേപോലെ തന്നെ ഉണ്ട് ഗൈസ്. ചില മരങ്ങളൊക്കെ വീണിട്ടൊക്കെ ഉണ്ട് മഴയ്ക്ക് കാരണമായിട്ട്. അതിൻ്റെ അടിഭാഗം കാണാൻ ഭയങ്കര രസമുണ്ട്. കുറേ നേരം അവിടെ ഇരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തുക.